തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് UDFന്റെ 8 വാർഡംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. മറ്റത്തൂരിൽ LDFന് 10ഉം UDFന് 8ഉം 2 കോൺഗ്രസ് വിമതരും വിജയിച്ചിരുന്നു. വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിൽ പിന്നാലെയാണ് നിലവിലെ വാർഡ് മെമ്പർമാരുടെ രാജി. അഹമ്മദ് മുസ്തബയാണ് വിവരങ്ങൾ നൽകാൻ. മുസ്തബ, എന്തുകൊണ്ടാണ് ഈ അംഗങ്ങൾ രാജിവെച്ചത്? എന്തെങ്കിലും പകരം സംവിധാനം ഉണ്ടാക്കാൻ UDF നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടോ? നിശ്ചിതമായ അന്തരീക്ഷത്തിലേക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അധ്യക്ഷ പദവി തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ 2 അംഗങ്ങൾ വിമതരായി മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവരെ പാർട്ടിയിലേക്ക് കോൺഗ്രസ് തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരത്തെ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച 8 അംഗങ്ങൾ രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിനകം തന്നെ DCC അധ്യക്ഷന് ഒരു കത്ത് ഈ അംഗങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഈ അംഗങ്ങൾ പാർട്ടി നേതൃത്വം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും പ്രവർത്തകരോടും കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ച് താഴെ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള ഒരു കത്ത് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട 8 അംഗങ്ങളുടെ ഒപ്പുള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മിനിമോൾ, അതായത് മിനി ടീച്ചർ എന്ന് പറയുന്ന അംഗം, ശ്രീജ ടീച്ചർ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, CP പൗലോസ്, നൂർജഹാൻ നവാസ്, ഈ 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ LDFനാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രത്യേകിച്ച് 10 അംഗങ്ങൾ. ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയമായല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനു മുമ്പാണ് ഇപ്പോൾ ഈ കത്ത് DCC പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത് എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തന്നെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം തന്നെ കുറെ കൂടി ആകാംക്ഷ നിറയുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് LDF ആകെ എത്ര അംഗങ്ങളാണ് ഈ പഞ്ചായത്തിലുള്ളത്? UDFന് എത്ര, LDFന് എത്ര, വിമതർ എത്ര ഉള്ള ആളുകൾ? അതാണ് UDFന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. NDAക്ക് 4ഉം 2 സ്വതന്ത്രർ, ഈ വിമതർ ഉൾപ്പെടെയുള്ള 2 സ്വതന്ത്രർ, അവർ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ബലാബലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഘട്ടമാണ് UDF നേരത്തെ പരീക്ഷിച്ചത്, അല്ലെങ്കിൽ കോൺഗ്രസ് പരീക്ഷിച്ചത്. പക്ഷെ അവിടെയാണ് ഈ 2 അംഗങ്ങളെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 8 അംഗങ്ങൾ രാജിവെക്കുന്നത്. എന്തായാലും വോട്ടെടുപ്പിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ഇവർ രാജിവെച്ചാലും ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം പിന്നീട് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വളരെ അവിടെ LDFന് 10 സീറ്റുകളാണുള്ളത്, UDFന് 8 സീറ്റുമാണുള്ളത്, വിമതർ 2ഉം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വോട്ടെടുപ്പ് നടന്നാൽ LDFനല്ലേ വിജയസാധ്യതയുള്ളൂ. പിന്നെ ഈ അംഗങ്ങൾ രാജിവെക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസ് നോവൽ സൂചിപ്പിച്ചതുപോലെ 10ലേക്ക് ഒരു 2 കൂടി കൂട്ടി, വിമതരുടെ പിന്തുണയോട് കൂട്ടി LDFന്റെ ഭരണം പിടിക്കാനുള്ള ഒരു നീക്കത്തിനിടെയാണ് UDF അതിന് തടയിട്ടുകൊണ്ട് ഈ 2 പേരെ കൂടി പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ LDFനൊപ്പം തന്നെ നിന്നാൽ ഈ NDA 4 അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. NDAയുടെ വോട്ട് ആർക്കും കിട്ടിയില്ലെങ്കിൽ അവർ വിട്ടുനിന്നാൽ ബലാബലത്തിലേക്ക് കാര്യങ്ങൾ പോകും, ഒരു ടോസിലേക്ക് വരെ പോകും എന്നതായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. പക്ഷെ അതിനിടയിലാണ് കുറെ കൂടി പ്രതിസന്ധിയാകുന്ന രൂപത്തിൽ നിലവിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട വിമതരല്ലാതെയായി കണക്കാക്കപ്പെട്ടിരുന്ന 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത് UDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു നീക്കമാണ്. അപ്പോൾ ഒരു സാധ്യത മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത്, നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരു സാധ്യത മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത് അല്ലെ? എന്തായിരിക്കും? തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതിൽ കോൺഗ്രസിലെ 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായി കത്ത് നൽകിയിരിക്കുന്നു. അതായത് അവിടെ LDFന് 10, UDFന് 8, ആ 8ഉം കോൺഗ്രസ്സുകാരാണ്. ഒപ്പം 2 കോൺഗ്രസ് വിമതരുമാണ് അവിടെ വിജയിച്ചത്. പിന്നീട് 4 സീറ്റുകൾ NDAക്കുമുണ്ട്. അങ്ങനെ വോട്ടെടുപ്പ് നടന്നാൽ ഈ വിമതർ കൂടി വോട്ട് ചെയ്താൽ UDFന് 10ഉം LDFന് 10ഉം NDAക്ക് 4ഉം എന്നാകും. അങ്ങനെ നറുക്കെടുപ്പിലൂടെ UDFന് ഒരുപക്ഷെ ഭരണത്തിലേറാം എന്നുള്ളൊരു സാധ്യതയാണ് മറ്റത്തൂരിലുണ്ടായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് UDFലെ കോൺഗ്രസിലെ 8 പേർ രാജിവെക്കുകയായിരുന്നു. മുസ്തഫ, ഈ ഒരു സാധ്യത മാത്രമാണോ UDFനുള്ളത്? അതായത് നറുക്കെടുപ്പിലൂടെ അധികാരത്തിൽ വരാം എന്നുള്ളൊരു സാധ്യത മാത്രമാണോ, അല്ലെങ്കിൽ NDAയിൽ നിന്ന് വല്ല പിന്തുണയും UDF പ്രതീക്ഷിച്ചിരുന്നോ? UDFന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ബലാബലമാണ്. 10-10 എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ 8 ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പിന്നീട് വിമതരായി മത്സരിച്ച് അവരുടെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ ഒരു മുൻതൂക്കം ഉണ്ടാവും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു. മറ്റൊരു കാര്യം, NDAയുടെ വോട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത് അത്തരം നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല
ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള പിന്തുണകളുടെ കാര്യത്തിലേക്കുള്ള ആ രൂപത്തിലുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിലുള്ള ചർച്ച ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ബലാബല പരീക്ഷണത്തിന് വേണ്ടി രണ്ടംഗങ്ങളെ കൂടെ തിരിച്ചെടുത്തത്. വലിയ എതിർപ്പുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ACC നേതൃത്വം പിന്നീട് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ മറ്റു സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നതും രണ്ടുപേർ തെരഞ്ഞെടുക്കപ്പെടുന്നതും. ആ ഘട്ടത്തിൽ പോലും അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം മറികടന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇവരുടെ ഒരു വിമത പ്രശ്നം മൊത്തത്തിൽ UDF-ന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ഇത് സീറ്റിന്റെ എണ്ണം കുറയുന്നതിലേക്ക് ഉൾപ്പെടെ നയിച്ചിട്ടുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ പ്രവർത്തകർക്കിടയിലുണ്ട്.